അങ്ങനെ കർക്കിടകം കഴിയാൻ ഇനി വെറും 5 ദിവസവും കൂടി. എന്താ പണ്ടായാലേ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. ചിങ്ങം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ഓണത്തിന് വേണ്ടിയാലേ. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ. കർക്കിടകം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണല്ലേ. പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. എന്തായി, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടാനൊക്കെ? നമ്മൾ തുടങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ മുക്കുറ്റിയുടെ മുകളിലും തുമ്പയുടെ മുകളിലൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ. ഓണക്കോടി എടുക്കാനും അത് സ്റ്റിച്ച് ചെയ്യാനും അതിങ്ങനെ ഭംഗിയിൽ ഒരുക്കി എല്ലാം റെഡിയാക്കി വെക്കാനൊക്കെ നമുക്കൊക്കെ ഭയങ്കര താല്പര്യം തന്നെ ആയിരിക്കും. പക്ഷെ വേറെ ചില പണികളുണ്ട്, ഓർക്കുമ്പോൾ തന്നെ മടി തോന്നില്ലേ? അങ്ങനെ മടി വരുമ്പോൾ ആ മടി മാറ്റാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. വേറൊന്നുമല്ല, ഈ ഓണത്തിന്റെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് അങ്ങോട്ട് വാങ്ങിക്കുക. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താവോ എന്ന് തോന്നുന്നില്ലേ? എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ആഹാ, അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ്. ഓണത്തിന്റെ മെയിൻ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ശർക്കരപ്പേരിയും കായ വറുത്തതും കൊണ്ടാട്ടവും അച്ചാറും ഒക്കെ വീട്ടിലുണ്ടാക്കുന്നത് ഇത്തിരി പണി തന്നെയാണല്ലേ. എന്തായാലും അതിനൊന്നും വയ്യാന്നുള്ളവർ ഇതങ്ങോട്ട് വാങ്ങിച്ചാൽ മതി. ബോക്സിൽ നിന്ന് ഇതുപോലെ സാധനങ്ങൾ എടുത്തങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്കൊക്കെ എന്താണോ ഒരു നാഗവല്ലിയുടെ ചായ വരണതല്ലേ. അതെന്താണോ ആവോ. അല്ല, വർത്താനത്തിന്റെ ഇടയിൽ ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വന്നു പോയി എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചോ? എന്നാൽ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം. കായ വറുത്തത്, ശർക്കര ഉപ്പേരി, കൈപ്പയ്ക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, പുളിയിഞ്ചി, നാരങ്ങ അച്ചാറ്, പിന്നതേ പപ്പടം. അങ്ങനെ 7 ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ബോക്സിൽ വരുന്നത്. 500 രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബോക്സിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കായ വറുത്തത് കയ്യിൽ കിട്ടിയ ആരാധ ഓണം വരെയൊക്കെ കാത്തു വയ്ക്കാല്ലേ. അപ്പം തന്നെ തുറന്നു കിട്ടോ പ്രതു. എന്നിട്ട് കഴിച്ചു നോക്കിയപ്പോഴോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും പുറത്ത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും 2 ടേസ്റ്റാണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം രുചിയുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും, ക്രിസ്പി ആയിട്ടും ഭയങ്കര കുഞ്ഞതായിട്ട് നമുക്ക് വയസ്സായവർക്കും കൂടെ കഴിക്കാൻ പറ്റും. അതുപോലെ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ടേസ്റ്റിനും വ്യത്യാസം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കഴിച്ച് നോക്കിയ സമയത്തുണ്ടല്ലോ നല്ല ടേസ്റ്റ്. നമ്മൾ ശരിക്കും വീട്ടിലുണ്ടാക്കിയ പോലെ അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മയൊക്കെ അത് കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞു അയ്യോ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരുന്നു. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ശർക്കര ഉപ്പേരിയും ചിപ്സ് അപ്പം തന്നെ കാലിയാക്കി. പിന്നെ ശർക്കര ഉപ്പേരി തുറന്ന് നോക്കിയപ്പോഴും അതെ നമ്മൾ ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ ഒരു കിടിലൻ ഓഫർ നമ്മുടെ വീട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നേരത്തെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് പുളിഞ്ചിയുടെ കാര്യം വിട്ടുപോയതാട്ടോ. പുളിഞ്ചി അത് വീട്ടിലുണ്ടാക്കാൻ അത്ര ഈസി ഒന്നല്ല, നല്ല പാട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയായി നിങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ്, എവിടെ വരെ എത്തി, ഓണം നിങ്ങളുടെ എത്തിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കമൻസിൽ പറയൂ കേട്ടോ.